സത്യ തുടങ്ങി വാസ പറ വാസ രാത്രി നിങ്ങൾ ഞാൻ ഓണാക്കി അല്ലേ? അപ്പൊ തുടങ്ങിയപ്പോ മേതുട്ടി എന്താ പറയണ്ടെന്ന് വെച്ചാല് അപ്പൊ ഇന്നും നമ്മള് രാത്രി പോയിക്കൊണ്ടിരിക്കുന്നേ മേതൂട്ടിയില് നൈറ്റ് ഡ്രൈവ്. എന്തിനാ മേതൂട്ടി പോകുന്നത് നൈറ്റ് ഡ്രൈവ്? ഇന്നാണ് ബർത്ത്ഡേ. ഇന്ന് കളർ ഡ്രസ് ഇടണ്ട്, പക്ഷെ ആർക്കും തിരിയില്ല. അതുകൊണ്ട് നാളെ വിഷുവാ. നാളെയാണ് ആഘോഷിക്കുന്നത്. നാളെയാണ് ഇവളെ ഫ്രണ്ട് ചോക്ലേറ്റ് എല്ലാം കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഫ്രണ്ടിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. ഹൃതി സച്ചിൻ അല്ലേ? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഹൃതി. ഹാപ്പി ബർത്ത്ഡേ ഹൃതി. അപ്പൊ നമ്മളിപ്പൊ പോകുന്നത് എവിടെയാന്ന്? ഹൃതിന് ഗിഫ്റ്റ് മേടിക്കാൻ. ഹൃതിക്ക് ഇവളെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഹൃതി. ഇപ്പൊ ഹൃതിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് പോകുന്നത്. അപ്പൊ നീ രാത്രിക്ക് പോയ ഗിഫ്റ്റ് എന്തെടുന്ന മേടിക്കലെല്ലാം അടിച്ചു കൂട്ടിയിട്ടുണ്ടോ നിന്റെ ഈ അച്ഛനെ കൊണ്ട്? നിന്റെ ഈ അച്ഛനെ കൊണ്ട് രാത്രി പാതിരാത്രിക്കല്ലാണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല. അത്രയും കൃത്യനിഷ്ഠയില്ല അച്ഛനായിട്ട്. ഏടെ പോണെങ്കിലും വൈകിട്ടല്ലാണ്ട് നമ്മളെത്തില്ല. 4 മണിക്കൂർ മുന്നെങ്കിലും പറയണം. അങ്ങനെയല്ല, ഒരു കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ കറക്റ്റ് 2 മന്തി പോയിട്ട് അവിടെ എത്തും. ഒരു പാല് കൊടുക്കലാണെങ്കിൽ പാല് കൊടുക്കലും കഴിഞ്ഞ് ചായ കുടിയും കഴിഞ്ഞിട്ട് ചോറിനേണ്ട സമയത്ത് അവിടെ എത്തും. അപ്പൊ ഏടെ പോകുന്നുണ്ടെങ്കിൽ വൈകിട്ട് എത്തുന്ന ഒരാളാണ് സീനേട്ടനല്ലേ? പക്ഷെ അത് പണിയില്ലോണ്ടാണേ, അതും വേറെ കാര്യം. എല്ലാം നമുക്ക് അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല. ഏതായാലും നമ്മളിപ്പോ ഇന്ന് മേതുട്ടിന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് മേതുട്ടിക്ക് ഒരു നിർബന്ധം, ഹൃതിക്കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ നമ്മള് പോകും. അപ്പൊ മേതുട്ടി തന്നെ പറഞ്ഞു എനിക്ക് ഞാൻ തന്നെ പോയി മേതുട്ടി തന്നെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വണ്ടിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പോയിട്ട് ഫാൻസി കടയിൽ പ്ലാത്രയിൽ അടച്ചിനോ ഇല്ലെന്നൊന്നും അടച്ചിട്ടുണ്ടാവില്ല. 8 മണിയല്ലേ? 8 മണി കഴിഞ്ഞ അത്രട്ടാ. അപ്പൊ ഏതായാലും നമ്മള് ഫാൻസി കടയിൽ കയറിയിട്ട് നമുക്ക് ബാക്കി ഫാൻസി കടയിൽ നമുക്ക് കാണാം. എന്നാണ് മേതുട്ടിന്റെ സർപ്രൈസ് ഗിഫ്റ്റ് എന്നെല്ലാം നോക്കാം. ഇത് വേണ്ട, ഇതാ സാധനം നോക്കിയേ. അടിപൊളിയാന്നുള്ളത് അല്ലേ? മേതുട്ടിന്റെ ഫേവറേറ്റ് കളർ പിങ്ക്. ഇതെങ്ങനെയുണ്ട്? അങ്ങനെയൊന്നും ഇഷ്ടപ്പെടൂല മേതുട്ടിക്ക്. ഭയങ്കര ബുദ്ധിമുട്ടാ നോക്കി ഇഷ്ടപ്പെടാൻ. എല്ലാ സാധനവും അത് നോക്കി നോക്കി അവിടെ വെച്ചിട്ടില്ലേ? ഇന്നങ്ങനെ നോക്കി തീരുവോന്നറിയില്ല. എന്നോട്ട് നോക്കാൻ വിടുന്നുമില്ല. മേതുട്ടി തന്നെ അതിന്റെ ഓളെ ഫ്രണ്ട്സിന് ഓളെന്നെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലേ? ഞാൻ ഓരോന്നെടുത്ത് കാണിക്കുന്നുണ്ട്. അത് വേണ്ട അത് വേണ്ട അത് വേണ്ട എന്നാ പറയുന്നത്. അമ്മ പറയുന്നൊന്നും എടുത്തോ. ഇത് പാണ്ഡ്യാ. ഇവള് ഈ പോക്ക് വേണ്ടതാ നോക്കുന്നു, കൊടുക്കാൻ വേണ്ടതൊന്നല്ല. ഇതെല്ലാം കാണുമ്പോ കൺഫ്യൂഷനായി. ഇവള് ആദ്യം പോയിട്ട് ഒന്ന് എടുത്തിട്ട് എന്നാ പറഞ്ഞത്? ഏതൊരു സാധനം എടുത്തിട്ടുണ്ട്. ഏത് മേതുട്ടി അത് എടുത്തത്? ഏത്? അല്ല, നെയിലിന്റെ വേറൊരു സാധനം എടുത്തു കേട്ടോ മേതുട്ടി. ഇന്നലെ ഒരു സാധനം മനുഷ്യ കൊടുത്തതിന്റെ ക്ഷീണം പോയിട്ട് ഇന്നലെ ഒരു കട കറിയിട്ടമ്മ പയ്യനൊരു ഇവള്. അതുകൊണ്ട് അതെല്ലാം അവിടെ വെച്ചു. അതിന്റെ ഫ്രണ്ടിനെ മാത്രം നോക്കിയാ മതി കേട്ടാ. എന്താണ് നീ ഉദ്ദേശിക്കുന്നത് പറ. ഞാൻ എടുത്ത് തരട്ടെ നിനക്ക്? കുറച്ച് ഇഷ്ടമാണ് കമ്മലെല്ലാം. അതിലൊന്നുമില്ല, ഇത് റബ്ബറാണ്. അങ്ങനെ ഫൈനലി മേതുട്ടി എന്തോ എടുത്തിട്ടുണ്ട്.
ഇത് കൃതിക്ക് ഇത് എനിക്ക്. അതെയാ ലാസ്റ്റ് എടുത്തോളൂ. എടുത്തു അല്ലേ? ഇത് പിങ്കന്നെ ഇല്ലല്ലോ അല്ലേ? അങ്ങനെ നമ്മളെ ഗിഫ്റ്റ് എല്ലാം വാങ്ങി എന്റെ ഫ്രണ്ടിന്റെ പേക്കെല്ലാം ആക്കിയല്ലേ? ഇത് എന്റെ സാധാരണ സത്യം പറഞ്ഞ എനിക്ക് മേടിക്കാൻ വേണ്ടിട്ടല്ലേ വന്നു ഇങ്ങോട്ട്. അല്ല ഫ്രണ്ടിന് മേടിക്കാൻ. വാ എന്നാ നടക്ക്. അതിലേ മേടിച്ചില്ലേ? വാ. നടക്ക്. ശരി. അപ്പൊ വണ്ടിയിലെത്തി. വീട്ടിൽ നിന്ന് ഇവള് എന്തും പറഞ്ഞിട്ടാ നമ്മളെ കൂട്ടിയിട്ട് വന്നിനെന്നറിയാം. എന്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് മേടിക്കണം എന്നിട്ട് ഇവള് വന്നു. ഈടി എത്തിയിട്ട് ഒന്ന് First എടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് നോക്കുന്നത് ഓക്ക്. അതോ ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് അതേപോലത്തെ സാധനം ഓള് കൊടുത്തു. എന്നാ മേതു ഇത്? എന്റെ ഫ്രണ്ടിന് ഉപ്പ്. ആ പറഞ്ഞു. സഞ്ജു എന്തുണ്ട്? നമ്മ ഓർഡർ പറഞ്ഞു. അങ്ങനെ നമ്മളെ സ്പെഷ്യൽ ഉണ്ട്. ഇഫ ചിക്കൻ ഒക്കെ ഉണ്ട്. എന്തോ ഇഫ ചിക്കൻ ഇല്ലേ, അതുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഹോട്ടലിലേക്ക് എത്തിയല്ലേ? നേരെ വീട്ടിൽ പോവാന്ന് പറഞ്ഞത്. അപ്പൊ മുന്നേ നേരെ വിളിച്ചത് ഇങ്ങോട്ട് വരണം. അതെ. അപ്പൊ ഇങ്ങോട്ട് നമ്മള് രാത്രിയിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് സ്ഥലത്തിന്റെ ഇതാണോ? ഇത് യാത്ര തന്നെ മാതാന റോഡിലേക്ക് നൊസ്റ്റാൾജിയ ഹോട്ടൽ. നൊസ്റ്റാൾജിയ അല്ലേ? നമ്മള് വന്നിട്ടില്ല, ഇതിന് മുന്നേ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം വരുന്നതാണ്. പോകുമ്പോ ഇങ്ങനെ കണ്ടതേ ഇല്ല പാസ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഇങ്ങോട്ട് കേറിയിട്ടില്ല. മേതൂട്ടി മേതു. അപ്പൊ നമ്മള് ഓർഡർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ അല്ലേ? നോക്കട്ടെ. ആയിക്കോട്ടെ. അപ്പൊ മേതുട്ടിക്ക് എന്താ വേണ്ടേ? പഴയ രീതിയിലെടുത്ത ഒരു ഹോട്ടൽ വന്നല്ലേ? സാധാരണ ഒരു ഇതല്ല, ഓലമേനിയില്ലേ? ഫുള്ള് ഓലയെല്ലാം മേഞ്ഞ്. ശരിക്കും അതിന്റെ ഒരു നൊസ്റ്റു ഫീൽ ചെയ്യുന്ന നമുക്കൊരു കടവ്. ഒരു ഹോട്ടൽ തന്നെ. ഒരു നൊസ്റ്റു ഫീൽ ആണല്ലേ ഹോട്ടലിൽ ഇരിക്കുമ്പോ? പണ്ടല്ലേ കാണുന്നത് ഓലമേഞ്ഞ വീടെല്ലാം. ഇപ്പൊ ഫുള്ള് ടൈൽസും കല്ല് കെട്ടിട്ട് ഇതാക്കിയതല്ലേ? ടൈൽസും മറ്റേ ഫുൾ സെറ്റപ്പ് അല്ല. അപ്പൊ ഫുള്ള് ഒരു ഇപ്പൊ നമ്മള് ഇവിടെയൊന്നും അങ്ങനെയൊന്നും ഇല്ല അല്ലെ? ബാമ്പു മാത്രമേ ഇല്ലൂ ഇങ്ങനെ ഈ ഒരു മോഡലിൽ തോന്നുന്നു. ബാമ്പു മാറി പറഞ്ഞാലേ മുള മാത്രം ഉണ്ട് ഇല്ല. പക്ഷെ ഇതൊരു സെറ്റപ്പ് അല്ല, ഇത് വേറെ തന്നെ ഒരു വേറൊരു ആംബിയൻസ് അല്ലേ? വേറൊരു ആംബിയൻസ്. അതെ. മേതുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? മേതുട്ടിക്ക് പിന്നെ ഇതൊന്നും അറിയില്ലല്ലോ. മേതുട്ടിക്ക് പുതു തലമുറയല്ലേ? ഇതിന്റെ ആടെ ഒരു വീടുണ്ട്. മേതുട്ടിക്ക് ഇപ്പൊ എന്നാ വേണ്ട? അത് വീട്ടിലെത്തി പൊളിക്കണം. ആ ഒരു ചിന്താഗതി എപ്പോ ഇടുന്ന് പോകുന്നു. അപ്പൊ വേണം ആ ഗിഫ്റ്റ് ഒക്കെ പൊളിക്കാൻ വേണ്ടിട്ട്. ഹോട്ടലിൽ വന്ന് ഫുഡ് തരാൻ പറ്റുന്ന സമയത്ത് അമ്മയും മോളും പിക്കാറ്റ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജയിക്കുന്നു. ഇവള് ഓരോന്നും കൂട്ടും, ഞാനും കൂട്ടും. ഇപ്പുറത്തെ എന്റെ മാർക്ക് എന്നെ അഞ്ചായി. എന്റെ പേരാ വേണ്ട, അച്ഛനൊന്നും കളിക്കാൻ കൂട്ടണ്ട. അച്ഛന് കളിക്കേണ്ട പ്രായമല്ല, വയസ്സായി. അമ്മക്ക് ചെറിയ പ്രായം. അമ്മക്ക് ചെറിയ പ്രായത്ര. അങ്ങനെ നമ്മള് പറഞ്ഞ എന്താ വന്നത്? അൽഫാമും പൊറോട്ടയും. അത് വീറ്റ് പൊറോട്ടയാണ്, ഇത് സാധാ പൊറോട്ട. ഒരാൾ പറഞ്ഞു ഞാൻ പറഞ്ഞേ നിങ്ങളോട് ഫുഡ് കഴിക്കാൻ വരാൻ. പിന്നെ ഇവരെന്തോ ഇവരുടെ സ്പെഷ്യലും കൂടി വരുന്നുണ്ടല്ലേ? എന്തോ ഒരു സ്പെഷ്യൽ വേണ്ട, അത് ചീസെല്ലാം എനിക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അല്ല അറിയില്ല, ഇവരെന്തോ സ്പെഷ്യലാന്ന് ഞാൻ പറഞ്ഞ. പിന്നെ ഒന്ന് പോയിക്കോട്ടെ, വന്നോട്ടേന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടല്ലോ അല്ലേ? ഇത് ഇത് അല്ല, ഇത് ഇപ്പൊ നിങ്ങൾ കഴിച്ചോ? നിങ്ങൾക്ക് അത് ചിലപ്പോൾ അത് കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ? നോക്കണേ അച്ഛൻ, ഞാൻ വീഡിയോ എടുക്കട്ടെ. ഒരു വീഡിയോ. അമ്മേ നല്ലതല്ലേ? ഞാൻ മുമ്പോട്ട് ഒരു സാധനം കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് പോണ്. അതൊക്കെ അവിടെ ഒരു വീട് കണ്ടാ, അതാണ് ഈ ഹോട്ടലിലെ അടുത്തുള്ള വീട്. ആ വീട്ടിൽ കുറേ ആളുണ്ടാവും. അച്ഛൻ, അമ്മ. എന്നെ കണ്ടിട്ട് അത്ര. അച്ഛൻ, അമ്മ, അമ്മമ്മ ഇല്ല വീട്ടിൽ. ഇല്ല. അമ്മേ, രസൂല്ലേ? സൂപ്പർ.
അങ്ങനെ നമ്മളെ സ്പെഷ്യൽ വന്നിട്ടുണ്ട് അല്ല പ്രിയ? സ്പെഷ്യൽ ചീസി അൽഫാം. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇത്. അതെ, ഞാനും ആദ്യമായിട്ടാണ്. നമ്മൾ അൽഫാം കഴിച്ചിട്ടുണ്ട് നല്ലാണ്ട്. പ്രിയ ആദ്യം കഴിക്കൂല എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നതാണ്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? കുട്ടികൾക്ക് പറ്റുന്നു. സ്പൈസി അതെ, മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. ഇതൊരു വെറൈറ്റി ആയിപ്പോയി, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങിയല്ലേ? എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. ചീസ് കഴിക്കാത്ത ഞാൻ ചീസ് കഴിച്ചു. ചീസ് എല്ലാം കഴിച്ചു, അൽഫാമെല്ലാം കഴിച്ചു അല്ലേ? അതെ, അടിപൊളി, നല്ല ഫുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലേ? ഓള് നേരത്തെ കഴിച്ച് കളിക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല ഒരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണല്ലേ? ഇവര് പുതിയതായിട്ട് തുടങ്ങിയത് തോന്നുന്നിടാ. ഹോട്ടൽ നൊസ്റ്റാൾജിയ. അപ്പം ഈ ചുറ്റുവട്ടത്തെ ഒരിക്കലും വന്നിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നല്ലേ? നല്ലൊരു 10 അതെ അതെ, ഉച്ചക്ക് നല്ലൊരു സ്പോട്ടാണ്. സ്പെഷ്യൽ സ്പെഷ്യൽ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി മണിക്കൂട്ടിനുള്ള സാധനം കയ്യോടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കോൾ എഡിറ്റ് ഇവൻ തന്നിട്ടില്ല. എന്നാണ് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. ഗസ് ചെയ്തു. ഗസ് ചെയ്യൊന്നും വേണ്ട, പറഞ്ഞോ. അറിയാം, എനിക്കറിയില്ല. ഇവൻ നമ്മളോട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ വരില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വിളിക്കും 100 ഓട്ടം. എന്റെ ഫോണിലെ കോൾ ലിസ്റ്റ് എടുത്താൽ അറിയാൻ പറ്റും എത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ട്. വീഡിയോ കോള് നിനക്കത് ഇത്രയും പ്രശ്നമുണ്ട്. എന്റെ കൂടെ വന്നു. ഇന്നില്ലേ എനിക്ക് നല്ല അടിപൊളി അൽഫാമാണ് കേട്ടാ. നമ്മളൊരു കടയിൽ, പുതിയ കടയിൽ പോയി. അതെ, നമ്മ അവിടുന്ന് കഴിച്ചു, നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കഴിച്ചില്ലേ? ഇനി എന്നെ കഴിക്കാൻ പോയി. നീ കഴിക്ക്, നിന്നെ കഴിക്കാൻ വേണ്ടി വേണം അമ്മ പോന്ന്. സ്പൈസി അമ്മക്ക് വേണ്ടെന്നാ പറയുന്നത് അല്ലേ? അമ്മ ചോറ് കഴിച്ചു. അമ്മക്ക് ചോറ് മതി. അപ്പൊ മണിക്കൂട്ടനാണ് ഇതിനു വേണ്ടി കാത്തിരുന്നത്. അപ്പൊ ഏതായാലും മണിക്കൂട്ട നീ ഫുഡ് കഴിക്ക്. അതെ, മണിക്കൂട്ട ഫുഡ് കഴിക്കണം. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മണിക്കൂട്ട പെരിപെരി കഴിച്ചിട്ട് വന്നിട്ട് എന്നാലും പെരിപെരിന്റെ ടേസ്റ്റ് ഒന്നും അറിയാനല്ല. നോക്കട്ടെ, അത് ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അപ്പൊ ഏതായാലും മണിക്കൂട്ട ഭക്ഷണം കഴിക്കട്ട് അല്ലേ? അടുത്ത വിശേഷമായിട്ട്, പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ. അമ്മ ഒരു ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ.